നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഹൈഡ്രോകാർബൺ ആണ്. അഡിഷൻ വിത്ത് സിമെട്രിക്കൽ റിയേജൻസ്. അപ്പോൾ എന്താണ് അഡിഷൻ വിത്ത് സിമെട്രിക്കൽ റിയേജൻസ്? സിമെട്രിക്കൽ റിയേജൻസ് എന്ന് പറയുമ്പോൾ അവരുദ്ദേശിക്കുന്ന റിയേജൻസ് ഇതാണ്, ഹൈഡ്രജൻ. കാരണം എന്താണ്, ഇപ്പം HBr എന്നൊക്കെ പറയുമ്പോൾ അതൊരു അൺസിമെട്രിക്കൽ റിയേജൻ്റ് ആണ്. പക്ഷേ ഹൈഡ്രജൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ സിമെട്രിക്കൽ റിയേജൻറ്റ്. ഓക്കെ, നമുക്ക് നോക്കാം, എക്സാമ്പിൾ നോക്കാം. CH3 സിംഗിൾ ബോണ്ട് CH, ഡബിൾ ബോണ്ട് CH2. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, കാണാമല്ലോ. യെസ്, അപ്പം ഇതിന് ഞാൻ എന്ത് ചെയ്യാണ്, ഇതിൽ ഞാൻ ഹൈഡ്രജൻ എന്ന് പറഞ്ഞ സിമെട്രിക്കൽ റിയേജൻറ്റ് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാലോ. എന്ത് സംഭവിക്കും, ഈ ഡബിൾ ബോണ്ട് അവിടെ നിന്ന് അവിടെ ബ്രേക്കാവും. ഡബിൾ ബോണ്ട് ബ്രേക്കായിട്ട് CH3 CH സിംഗിൾ ബോണ്ട് CH2 എന്ന് വരും. ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യും, ഒരാൾക്ക് ഇവിടെ കൊടുക്കാം, ഒരാൾ ഇവിടെ കൊടുക്കും. അപ്പോൾ എന്ത് സംഭവിക്കും, CH2 CH3 എന്ന് വരും. ഓക്കെ, വേറൊരു എക്സാമ്പിൾ പറയാം. CH3 സിംഗിൾ ബോണ്ട് CH, ഡബിൾ ബോണ്ട് CH2ൻ്റെ കൂടെ ഞാനൊരു ബ്രോമിൻ ആഡ് ചെയ്യണേ. ബ്രോമിൻ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, വീണ്ടും ഇത് ബ്രേക്കായിട്ട് ഒരു ബ്രോമിൻ ഇവിടെയും കൊടുക്കും, ഒരു ബ്രോമിൻ ഇവിടെയും കൊടുക്കും. അതായത് CH3 സിംഗിൾ ബോണ്ട് CHBr CH2Br എന്ന് പറഞ്ഞാൽ കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത് നമ്മൾ പറയുന്നത് അഡിഷൻ വിത്ത് അൺസിമെട്രിക്കൽ റിയേജൻസ്. അൺസിമെട്രിക്കൽ റിയേജൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിളാണ് ഹാലൈഡ്സ്. ആൽക്കൈൽ ഹാലൈഡ്സ് ഒക്കെ ഒരു അൺസിമെട്രിക്കൽ റിയേജൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്, Hഉം Hൻ്റെയും ബോണ്ടല്ലേ. അൺസിമെട്രിക്കൽ റിയേജൻ എന്ന് പറയുമ്പോൾ HBr HCl. മനസ്സിലായോ? അൺലൈക്കായിട്ടുള്ള ആറ്റംസ് കൂടി ചേർന്നുണ്ടാകുന്നതാണ് അൺസിമെട്രിക്കൽ റിയേജൻസ്. അൺസിമെട്രിക്കൽ റിയേജൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് രീതിയിലാണ് അവിടെ അഡിഷൻ നടക്കുന്നത്. ദാറ്റ് ഈസ് മാർക്കോണിക്കോഫ് അഡിഷൻ ആൻഡ് ആൻറ്റി മാർക്കോണിക്കോഫ് അഡിഷൻ. അപ്പോൾ ആദ്യം നമുക്ക് മാർക്കോണിക്കോഫ് അഡിഷൻ എന്തെന്ന് നോക്കാം. മാർക്കോണിക്കോഫ് അഡിഷൻ. മാർക്കോണിക്കോഫ് അഡിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രൊപ്പീൻ തന്നെ എടുക്കുകയാണ്. CH3 സിംഗിൾ ബോണ്ട് CH, ഡബിൾ ബോണ്ട് CH2. ഇതിനോടൊപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മൾ പറഞ്ഞില്ലേ മാർക്കോണിക്കോഫ് അഡിഷൻ ആണെന്ന് പറയുന്നത്, HBr ആഡ് ചെയ്യുന്നു. HBr ആഡ് ചെയ്യുന്നു. HBr ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ഓക്കെ, കാണാവോ? മാർക്കോണിക്കോഫ് അഡിഷൻ എന്ന് പറഞ്ഞാൽ Markovnikov addition states that when an unsymmetrical reagent adds to an unsymmetrical alkene, the negative part of the reagent adds to that alkene having lesser number of hydrogen. വേറെ ഒന്നുമില്ല, അൺസിമെട്രിക്കൽ റിയേജൻറ്റിനെ ഞാൻ ഡിവൈഡ് ചെയ്യാം. HBr എന്ന് പറയുമ്പോൾ നമുക്ക് എന്താക്കാം, H++Br- എന്നാക്കി. ഇനി നമ്മുടെ പ്രൊപ്പീൻ ഇതാണ്, ഇതും അൺസിമെട്രിക്കലാണ്. CH3 സിംഗിൾ ബോണ്ട് CH, ഡബിൾ ബോണ്ട് CH2. ഓക്കെ അല്ലേ? ഇനി എന്ത് സംഭവിക്കും എന്നറിയാവോ, ഈ HBr എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ H++Br- എന്ന് ആക്കിയിട്ടുണ്ടെന്ന്. ഇതിലെ നെഗറ്റീവ് പാർട്ട് ഡബിൾ ബോണ്ടഡ് കാർബണിലോട്ട് പോകും, ഹാവിങ് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ. അപ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് ആൻസർ ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ, ഇവിടുത്തെ ഹൈഡ്രജൻ എണ്ണം 1, ഇവിടുത്തെ ഹൈഡ്രജൻ എണ്ണം 2. അപ്പോൾ ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആർക്കാണുള്ളത്, ഈ കാർബൺ ആറ്റത്തിലാണ്. ഇവിടെ ആയിരിക്കും ആര് പോകുന്നത്, നെഗറ്റീവ് പാർട്ട് പോകുന്നത്. ദാറ്റ് ഇസ് ആൻസർ വിൽ ബി CH3 സിംഗിൾ ബോണ്ട് CHBr, ഡബിൾ ബോണ്ട് CH എന്ത് വരും, സിംഗിൾ ബോണ്ട്. ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യാനാണ് നമ്മൾ ഈ റൂൾ യൂസ് ചെയ്യുന്നത്. സിംഗിൾ ബോണ്ട് CH3, ഈ ഒരു പോസിറ്റീവ് പാർട്ട് ഇവിടെ വരും. മനസ്സിലായോ? അടുത്ത് നമ്മൾ പഠിക്കുന്നത് ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ എന്താണെന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ. ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, ഒരു റിയേജൻറ്റ് തന്നിട്ട് അല്ലെങ്കിൽ ഒരു അൺസിമെട്രിക്കൽ റിയേജൻറ്റ് തന്നിട്ട് ഇതിൽ ആൽക്കീൻസിൽ ആഡ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ മാർക്കോണിക്കോഫ് റൂൾ യൂസ് ചെയ്യണോ അതോ ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ യൂസ് ചെയ്യണോ എന്ന്. CH3 സിംഗിൾ ബോണ്ട് CH, ഡബിൾ ബോണ്ട് CH2 പ്ലസ് HBr ഇൻ ദ പ്രസൻസ് ഓഫ് പെറോക്സൈഡ്. പെറോക്സൈഡിൻ്റെ പ്രസൻസിലായിരിക്കും എന്തോ ചെയ്യേണ്ടത്, ആക്ടിവിറ്റി ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ അപ്പം ഇത് നോക്കൂ, ഡെഫിനിഷൻ. an unsymmetrical reagent adds to an unsymmetrical alkene, the negative part of the reagent adds to the alkene അല്ലെങ്കിൽ adds to the double bonded carbon having higher number of hydrogen. അപ്പോൾ ഇവിടുത്തെ ഹൈഡ്രജൻ എണ്ണം 1, ഇവിടുത്തെ ഹൈഡ്രജൻ എണ്ണം എന്താണ് 2 അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കും, ഹയർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ളിടത്താണ് നെഗറ്റീവ് പാർട്ട് പോയത്. ഇത് CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3
CH2Br എന്ന് കിട്ടും. മനസ്സിലായോ? ഇവിടെ എങ്ങനെ CH ഇവിടെ CH2 ആയി, നെഗറ്റീവ് പാർട്ട് ഇവിടെ പോയാൽ പോസിറ്റീവ് പാർട്ട് അപ്പുറത്തെ കാർബണിൽ പോകും. മനസ്സിലായോ? ഇതാണ് ആൻറ്റി മാർക്കോണിക്കോഫ് റൂള്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ മെക്കാനിസംസ് പഠിക്കാം. ഇനി വേറൊരു രീതിയിൽ നമുക്ക് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റും. അതെന്ന് വെച്ചാൽ നമ്മുടെ മാർക്കോണിക്കോഫ് റൂൾ നടക്കുന്നത് ഇലക്ട്രോഫിലിക് എഡിഷൻ മെക്കാനിസം. ഇതൊരു എൻട്രൻസ് റിലേറ്റഡ് ആണേ. ഇലക്ട്രോഫിലിക് എഡിഷൻ റൂളിലാണ് മാർക്കോണിക്കോഫ് റൂള് നടക്കുന്നത്. മാർക്കോണിക്കോഫ് റൂള് ടേക്സ് പ്ലേസ് ഏത് രീതിയിലാണ്? ഇലക്ട്രോഫിലിക് എഡിഷൻ മെക്കാനിസം. മാർക്കോണിക്കോഫ് റൂൾ പ്രകാരം നമുക്ക് ഇലക്ട്രോഫിലിക് എഡിഷൻ മെക്കാനിസം പ്രകാരം അറിയാം എന്തോന്ന്, ടെറിഷറി സ്റ്റേബിൾ ദാൻ സെക്കൻഡറി സ്റ്റേബിൾ ദാൻ പ്രൈമറി. അപ്പോൾ നമ്മൾ നോക്കിക്കേ, ഇവിടെ നമ്മൾ ഏത് കാർബണിലാണ് ആഡ് ചെയ്തത്? ഇതൊരു പ്രൈമറി കാർബൺ, ഇതൊരു പ്രൈമറി കാർബൺ, ഇതൊരു സെക്കൻഡറി കാർബൺ. അപ്പം സെക്കൻഡറി കാർബണിലായിരിക്കണം നെഗറ്റീവ് പാർട്ട് നമ്മൾ ആഡ് ചെയ്തത്, എങ്കിലേ നമുക്ക് സ്റ്റെബിലിറ്റി കൂടുതൽ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്തത്. പക്ഷേ ആൻറ്റി മാർക്കോണിക്കോഫ് റൂള് എന്ന് പറഞ്ഞ റൂള് ഏത് മെക്കാനിസത്തിലാണെന്ന് അറിയാമോ? ഫ്രീ റാഡിക്കൽ മെക്കാനിസത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഫ്രീ റാഡിക്കൽ മെക്കാനിസം നമുക്കറിയാം. ഫ്രീ റാഡിക്കൽ മെക്കാനിസം വഴി പ്രൈമറി സ്റ്റേബിൾ ദാൻ സെക്കൻഡറി സ്റ്റേബിൾ ദാൻ ടെറിഷറി. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എവിടെയാണ് ആഡ് ചെയ്തത് ബ്രോമിൻ? പ്രൈമറി കാർബണാറ്റം ആണ് അല്ലേ? പ്രൈമറി കാർബണാറ്റത്തിലാണ് നമ്മൾ ബ്രോമിൻ ആഡ് ചെയ്തത്. എങ്കിൽ എന്തുള്ളൂ? സ്റ്റെബിലിറ്റി കൂടുതൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കണം. ഇനി ഒന്നുകൂടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം പറയാം. നമ്മൾ ആദ്യം പറഞ്ഞത് സിമെട്രിക്കൽ റിയേജൻ്റ് ആഡ് ചെയ്യുമ്പോൾ, രണ്ടാമത് പറഞ്ഞത് അൺസിമെട്രിക്കൽ റിയേജൻ്റ് ആഡ് ചെയ്യുമ്പോൾ. അതിന് രണ്ട് മെത്തേഡുണ്ട്. ഒന്ന് മാർക്കോണിക്കോഫ് മെത്തേഡ്, ആൻറ്റി മാർക്കോണിക്കോഫ് മെത്തേഡ്. Markov method takes place under electrophilic addition mechanism and anti-Markov rule takes place under free radical mechanism.